ഹായ് ഹലോ വെൽക്കം ടു പ്രിയ പാഷൻ ആൻഡ് റിലാക്സേഷൻ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ ചില ദിവസം മടി പിടിച്ചിരിക്കില്ലേ, അങ്ങനെ മടി പിടിച്ചിരിക്കണ ചില ദിവസം നമുക്ക് നന്നായി ലാവിഷായിട്ട് കുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ദിവസം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് നമുക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ, അതായത് വല്ല പനി പിടിച്ചിരിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാനും, അതായത് ന്യൂട്രീഷ്യസും ആണ്, എന്നാൽ അധികം ജോലിയും ഇല്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഡിഷ് കൂടിയാണ്. അതായത് നമ്മൾ കിച്ചടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പനിച്ചിട്ടൊക്കെ കിടക്കുമ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കാറുണ്ട് അല്ലേ, പക്ഷേ ചില പനിക്കൊക്കെ അല്ലെങ്കിൽ ജലദോഷത്തിനൊക്കെ നമുക്കൊരു ഫ്ലേവർ കൂടെ വേണമെന്നൊക്കെ തോന്നും. അപ്പോൾ ഫ്ലേവർ കൂടെ ആകുമ്പോൾ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും. അങ്ങനെ ഫ്ലേവർ മാത്രമല്ല, ഇതിൽ നമ്മൾ ചെറുപരിപ്പും പച്ചരിയും കൂടിയാണ് ഇടുന്നത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ന്യൂട്രീഷ്യസ് കൂടിയാണ് ഈ ഡിഷ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, എന്നാൽ ന്യൂട്രീഷ്യസ് വാല്യൂ കോംപ്രമൈസും. അങ്ങനെയുള്ള ഒരു ഡിഷാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ബാസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാസ്മതി റൈസും മൂങ് ദാലും നമ്മുടെ ചെറുപരിപ്പും ഒരേ അളവിൽ, അല്ലെങ്കിൽ ചെറുപരിപ്പ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, നന്നായി വാഷ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഏതെങ്കിലും പച്ചരിയിൽ മതി കേട്ടോ. വെജിറ്റബിൾസ് ആണ്: ഒരു ഉള്ളി, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇവയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ചെറുതായി അരിയുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെക്കുക. പിന്നെ എടുത്തിട്ടുള്ള ഗരം മസാലയാണ്. ഗരം മസാല അധികമൊന്നും വേണ്ട. കുറച്ച് കുരുമുളക്, ഒരു കഷ്ണം തക്കോലത്തിൻ്റെ ഒരു പീസ്, ഒരു പെറ്റൽ മാത്രം, പിന്നെ ഒരു ചെറിയ പീസ് പട്ടയും, 2 ഗ്രാമ്പും, 2 ഏലക്കായും, ഒരു വഴനയിലയുടെ പീസും, അതാണ് വേണ്ടത്. എണ്ണയും നെയ്യും പകുതി പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ല മുഴുവനായിട്ട് നെയ്യ് എടുക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ എടുക്കാം. അതിലേക്ക് 1 സ്പൂൺ ജീരകം ഇടുക. അതിൻ്റെ പിന്നാലെ ഇതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാല ഇടുക. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളി അതിലേക്ക് ഇടാം. ഉള്ളിയും ചെറുതായി അരിഞ്ഞതാണ്, അത് ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുക്കിങ്ങിൻ്റെ സമയത്തിന് കണക്കായിട്ട് വലിയ ക്യൂബ്സായി അരിഞ്ഞിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് ആദ്യം ഇടാം. അതിൻ്റെ പിന്നാലെ അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി വെജിറ്റബിൾസും നമുക്കിടാം. ഉരുളക്കിഴങ്ങും തക്കാളിയും മസ്റ്റാണ്. ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് എടുക്കാം. ഇതൊക്കെ ഒന്ന് ചൂടാക്കി ഒന്ന് വാടി വരുമ്പോഴേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ പീസും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിലേക്ക് ഇട്ടു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അധികം ചൂടായി ഇങ്ങനെ ഇതൊന്നും വേണ്ട. അതോടുകൂടെ നമുക്ക് ഈ കഴുകി വെച്ചിട്ടുള്ള അരിയും ദാലും കൂടെ ഇടാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അവനവൻ്റെ എരിവിന് പാകത്തിനുള്ള മുളക് പൊടി, പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെ ഇട്ട് നല്ല തിളച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. എന്നിട്ട് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് അതിലേക്കൊന്ന് വരണം. ഒന്നിങ്ങനെ ചൂടായി ഒന്ന് തിള വന്നതിന് ശേഷം പാകത്തിനുള്ള വെള്ളവും ഉപ്പും സെറ്റാക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. ഒരു 4-5 അല്ലെങ്കിൽ ഒരു 6 വിസിലൊക്കെ പൊക്കോട്ടെ. എന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞിയൊക്കെ പോലെ നന്നായി കുക്കാക്കിയിട്ട് കഴിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് നന്നായിട്ട് കുക്കാക്കിയിട്ട് വേണം എടുക്കാൻ. അതിന് കണക്കായിട്ടുള്ള വെള്ളം വെക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അടിയിൽ പിടിക്കാതെ നോക്കുക. ഇത് എന്നിട്ട് അതിന് ശേഷം ഒന്ന് നന്നായി യോജിപ്പിച്ചതാ. ഇതുപോലെ നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. ഈ പാകത്തിന് നമുക്ക് ഓഫാക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ തണുക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊറിയാണ്ടർ ലീഫും, പിന്നെ 1 സ്പൂൺ അല്ലെങ്കിൽ പാകത്തിനുള്ള ഗരം മസാല പൊടിയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ കിച്ചടി റെഡിയാണ്. ഇത് മസാല കിച്ചടിയാണ്. ഗരം മസാല ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട്, അതുപോലെ ഗരം മസാലയുടെ പൗഡറും പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് അതിനൊരു എരിവും ഒക്കെ ഉണ്ടാവും. നല്ല രുചിയായി ഉള്ളതാണ് ഈ കിച്ചടി. നമുക്ക് ഈ പറഞ്ഞ പോലെ വയ്യാണ്ടിരിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ വെറുതെ നമുക്കൊരു മടി പിടിച്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇന്നൊരു നെല്ലിക്ക ചമ്മന്തിയുടെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കോമ്പിനേഷൻ വേണമെന്നൊന്നുമില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രം. ചമ്മന്തിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിപ്പോൾ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻസിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് വെറൈറ്റീസ് ഫുഡൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻസിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലത്തെ വീഡിയോസ് നമുക്ക് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.